ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ സിബിൻ എന്ന കണ്ടസ്റ്റന്റിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ആളുകൾക്ക് നല്ല രീതിയിൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് DJ സിബിൻ പുറത്തായിരിക്കുകയാണ്. 100% ഉറപ്പായ വാർത്ത. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സിബിൻ വന്നിറങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ബിഗ് ബോസിന്റെ മറ്റു പരിപാടികളൊക്കെ തീർത്തുകൊണ്ട് സിബിൻ അവിടെ നിന്ന് പോരാൻ ഒരുങ്ങുകയാണ്. 100% ഉറപ്പായ വാർത്തയാണ്. സിബിൻ്റെ സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. അതായത് ശാരീരികമായല്ല, മാനസികമായിട്ട് സിബിന് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് തന്നെയാണ് സിബിൻ പറയുന്നത്. വേറെ ഒന്നുമല്ല, നമുക്കറിയാമല്ലോ, എല്ലാം പ്ലാൻ ചെയ്ത് പോയി നല്ല രീതിയിൽ ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ എല്ലാ പ്ലാനുകളും മറ്റുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ മുന്നിൽ ഈ പറയുന്ന പോലെ വീഡിയോ രൂപത്തിൽ കാണിച്ചു കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ ഗെയിം എല്ലാം എക്സ്പോസ് ചെയ്യുക, ബിഗ് ബോസിൽ അദ്ദേഹം കൊടുത്ത ആ ഒരു കോൺട്രിബ്യൂഷൻ ഒന്നുമല്ലാത്ത രീതിയിലാക്കി കളയുക, അതെല്ലാം അദ്ദേഹത്തെ മാനസികമായിട്ട് നല്ല രീതിയിൽ പ്രശ്നമാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് സിബിൻ ബിഗ് ബോസ് ഹൗസിൽ ഇനി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ പോരുന്നത്. സിബിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമ്പോൾ ആ ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ലാലേട്ടൻ ഏറ്റവും അവസാനത്തെ നാള് സിബിൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നറായി മാറി എന്ന് പറഞ്ഞ് എൻ്റെ കൈ പൊക്കുന്നത് ഇപ്പോൾ തന്നെ മനസ്സിലാലോചിച്ചാണ് ഞാൻ കയറിപ്പോകുന്നത്. ഇത്തരത്തിൽ സിബിൻ അന്നോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ ഗെയിമുകളും എക്സ്പോസ് ചെയ്ത് അദ്ദേഹം പറയുന്നത് കേൾക്കാനായിട്ട് താല്പര്യപ്പെടാത്തൊരു പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം എന്തിനു നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ ഒരു കുറ്റവും പറയാൻ കഴിയില്ല. DJ സിബിൻ എന്ന കണ്ടസ്റ്റൻറ്റ് അവിടെ നിന്ന് പോകുമ്പോൾ ബിഗ് ബോസിന് തീരാ നഷ്ടം തന്നെയാണ് ഉണ്ടാവുന്നത്. ഒരു ബിഗ് ബോസ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സമയത്ത് സിബിൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വിജയസാധ്യത ഏറ്റവും കൂടിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു DJ സിബിൻ. ഒത്തിരി സപ്പോർട്ടേഴ്സാണ് സിബിനുള്ളത്. എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനോടകം തന്നെ സിബിൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞു. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടു കാണും. സിബിൻ നാളെ വരും, മറ്റന്നാൾ വരും, എല്ലാം ഫേക്കാണ്. സിബിൻ ഇതിനോടകം തന്നെ ബിഗ് ബോസിൻ്റെ ആ ഒരു സെറ്റിൽ നിന്ന് പോന്നു കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സിബിൻ വന്നിറങ്ങും. എന്തുകൊണ്ടാണ് സിബിൻ അവിടെ നിന്ന് പോയത്, ബിഗ് ബോസിൽ നിന്ന് പോയിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ, ഒന്നും നമുക്ക് ഇതുവരെയും 100% ഉറപ്പ് പറയാനൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. സിബിൻ വന്നിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. സിബിൻ തന്നെ എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് തനിക്ക് ആ ഒരു സമയത്ത് പറ്റിയതെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കാത്തിരിക്കാം എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നതെന്ന്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 എല്ലാ സ്ട്രോങ്ങസ്റ്റ് പ്ലെയേഴ്സും എന്തെങ്കിലും ഒരു കാരണത്താൽ ഇങ്ങനെ പുറത്തായി പോകുന്ന വളരെ ഒരു ശാപം പിടിച്ച സീസൺ പോലെയാണ് ഈ ഒരു സീസൺ 6. ഇനിയെങ്കിലും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ അവിടെയുള്ള നല്ല സ്ട്രോങ്ങസ്റ്റ് പ്ലെയേഴ്സ് നല്ല രീതിയിൽ കളിച്ച് അവർക്ക് വിജയിക്കാൻ സാധിക്കട്ടെ. അല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്നവർ കപ്പും കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണുന്ന നമുക്കും ഒരു സുഖം ഉണ്ടാവില്ല. ഇതെല്ലാം മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗം തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതാണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ടണം. താങ്ക്